നമസ്കാരം. എൻ്റെ പേര് ഹുഷിക എസ്സ. ശക്തിയുടെ കവി എന്നും മണ്ണിന്റെ മകനായ കരുത്തൻ കവി എന്നും അറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂത്തപ്പാട്ട് എന്ന കൃതി ഏവരും കേട്ടിട്ടുണ്ടല്ലോ. മാതൃത്വത്തിന്റെ മഹത്വം തുറന്നു കാട്ടുന്ന പൂത്തപ്പാട്ടിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടോരുണ്ണി ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നും കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടൂക്കൻ ഉണ്ണിക്കു കാതിൽ കുടക്കടൂക്കൻ പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു അങ്ങേരി പാവ കൊടുക്കുന്നു ഉണ്ണിക്കെഴുവയസ്സു കഴിഞ്ഞു കണ്ണം കാതുമുറച്ചു കഴിഞ്ഞു പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറി കഴിഞ്ഞു. എടുത്താണേ ഓലെ സൂക്ഷിക്കണേ. എന്റെ കുട്ടി തിരിച്ചു വരണവരെ ഈ അമ്മ ഇവിടെ തന്നെ കാത്തിരിക്കും. കുണ്ണി കയറി കണ്ണും പൈക്കളും മേയുന്ന കണ്ടു ചെത്തി പൂവുകൾ പച്ചപ്പടർപ്പിൽ നിന്നെത്തി നോക്കി ചിരിക്കുന്ന കണ്ടു പാറക്കെട്ടിന്റെ കൊച്ചു പിളർപ്പിലെ കിളിവാതിലപ്പോൾ തുറന്നു ഭൂതം ഭൂതത്തിനുള്ളിലൊരിക്കിളി തോന്നി ഭൂതത്തിൻ മാറത്തു കോരിത്തരിച്ചു ഭൂതമോരോ മനപ്പെൺകിടാവായി പൂത്തമരത്തിൻ്റെ ചൊട്ടിയിലും. ഉണ്ണി വാ, നമുക്ക് കളിക്കാം. ഉണ്ണി ആ എഴുത്താണി അങ്ങ് കളഞ്ഞേക്ക്. എനിക്ക് പള്ളിക്കൂടത്തിൽ പോണം. പൊയ്ക്കോ. അതിനു മുൻപ് ഒരിത്തിരി നേരം നമുക്ക് പൂമാല കെട്ടി കളിക്കാം. അതങ്ങ് കളഞ്ഞേക്ക്. മങ്ങി മഞ്ഞക്കതിരു പൊങ്ങി വീടങ്കണത്തിലെ കാതൽ ചെങ്ങി എഴുതുവാൻ പോയ ഇടാവു വന്നീലെവിടെ പോയി നങ്ങേലിരുന്നു തേങ്ങി ആറ്റിൻകരകളിലങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം പേടിക്കാതങ്ങനെ നിന്നാളമ്മ. കാറ്റിൽ ചൂടലിയ ചെന്നു ഭൂതം കണക്കങ്ങു നിന്നാളമ്മ. കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം കണ്ണീരാലൊക്കെ കെടുത്താളമ്മ. കരിയായും പുലിയായും ചെന്നു ഭൂതം കരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. ഇല്ല,
ഈ പൊന്നാരക്കൂട്ടനെ എനിക്ക് വേണം. ഈ പൊന്നും മണികളും എല്ലാം ഞാൻ കിഴികെട്ടി നിനക്ക് തരാം. പക്ഷേ ഈ പൊന്നുണ്ണിയെ എനിക്ക് വേണം. ഇല്ല, അതിനൊക്കെ വലുതാ എനിക്ക് എന്റെ പൊന്നോമന. നിനക്ക് ഞാനെന്റെ കണ്ണാണ് പിഴുതെടുത്ത് തരിക. എനിക്ക് എന്റെ പൊന്നോമനെ തിരിച്ചു താ എന്റെ ഭൂതമേ. തെച്ചിക്കോലു പറിച്ചു ഭൂതം, ചേലോടു മന്ത്രം ജപിച്ചു ഭൂതം, മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം, മാൺപോടെടുക്കുന്നോതി ഭൂതം. ഉണ്ണി, പൊന്നുണ്ണി. ഇല്ല, ഇതെന്റെ ഉണ്ണിയല്ല. ഇതല്ല എന്റെ ഉണ്ണി. പെറ്റ വയറിനെ വഞ്ചിച്ച പൊട്ട ഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു. എന്നെ ശപിക്കരുത്. നിന്റെ ഉണ്ണിയെ ഞാൻ തിരിച്ചു തരാം. നിന്റെ കണ്ണുകളും തിരിച്ചു തരാം. എന്നെ ശപിക്കരുത്. എന്നെ ശപിക്കരുത്. എന്നെ ശപിക്കരുത്. ആ ആ ആ യാത്ര തിരിച്ചിടും ഉണ്ണിയെ വാരിയെടുത്തു പുണർന്ന മൂഢാവിങ്കൽ പലവുരു ചുംബിച്ചു പത്തുരു കണ്ണ പാവം കണ്ണീച്ചോല ചൊരിയും. എനിക്കറിയാം എന്റെ ഉണ്ണിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോ നീ വരണം. എന്റെ ഉണ്ണിയെ കാണാനും അവൻ ആനന്ദം പകരാനും ഞങ്ങൾക്ക് മംഗളേകാനും. അങ്ങനെ എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോ ഭൂതം വരും. പക്ഷേ ഉണ്ണിയുടെ വീട് ഏതെന്ന് ചോദിക്കാൻ പാവം ഭൂതം മറന്നുപോയി. നങ്ങേലിയാണെ പറഞ്ഞതുമില്ല. ഉണ്ണിയെ ഭൂതം വീണ്ടും കൊണ്ടുപോയാലോ? അതുകൊണ്ടാ ഭൂതം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. എന്റെ ഉണ്ണിക്ക് മനസ്സിലായോ? പാവം ഭൂതം അല്ലേ അമ്മ?